മലപ്പുറം ജില്ലയെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ പ്രചാരണങ്ങൾക്കും മലപ്പുറം വിരുദ്ധ ക്യാമ്പയിനുകൾക്കും ബാലറ്റിലൂടെയുള്ള കൃത്യമായ മറുപടിയായി മാറുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വിദ്വേഷ ക്യാമ്പയിനുകളെ തള്ളിക്കളഞ്ഞ് ജില്ലയുടെ മതനിരപേക്ഷ പാരമ്പര്യം ഊട്ടിയുറപ്പിക്കുന്ന വിധിയെഴുത്താണ് മലപ്പുറത്തുണ്ടായത്. വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യേണ്ട ഇടങ്ങളിൽ വർഗീയ ധ്രുവീകരണത്തിന് വിത്തിട്ടവർക്ക് മലപ്പുറത്തെ വോട്ടർമാർ നൽകിയത് ബാലറ്റിലൂടെയുള്ള ശക്തമായ പ്രഹരം. വർഗീയ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിമാരെ ചേർത്ത് നിർത്തിയ പിണറായി സർക്കാരിനുള്ള കനത്ത തിരിച്ചടി കൂടിയായി മാറി ജില്ലയിൽ നിന്നുള്ള ഈ വലിയ ഭൂരിപക്ഷത്തിനുള്ള വിജയങ്ങൾ. മലപ്പുറത്തെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിച്ചവർക്കുള്ള ജനാധിപത്യപരമായ മറുപടിയാണ് മലപ്പുറം നൽകിയത്. സംസ്ഥാനത്തിന്റെ പൊതുവികാരം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെതാണ്, സാമൂഹ്യമായിട്ടുള്ള സഹവർത്തിത്വത്തിൻ്റെതാണ്. അപ്പോൾ അതിന് വീഴ്ച വരുത്തുന്ന രീതിയിൽ ആര് സംസാരിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കുകയില്ല. അപ്പോൾ ത്രിതല പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. അതും ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിലായിരുന്നു. ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് അന്നും വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ തള്ളിക്കളയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു. ജനങ്ങൾ തയ്യാറായി. അത് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടിയവരിൽ ആദ്യത്തെ 6 പേരും മലപ്പുറം ജില്ലക്കാരാണ്. 7 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം 50,000-ന് മുകളിൽ കടന്നു. 85,327 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ചത്. വെള്ളാപ്പള്ളി ഉൾപ്പെടെ വിദ്വേഷ പ്രചാരകർ ഉയർത്തിവിട്ട പുകമറകൾക്ക് മലപ്പുറത്തിന്റെ ഐക്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. ചെറിയൊരു ശതമാനം പോലും ക്രിസ്ത്യൻ ജനസംഖ്യയില്ലാത്ത തവനൂരിൽ VS ജോയിയുടെ വിജയം മലപ്പുറം മാതൃകയായി തന്നെ കാണണം. മലപ്പുറം സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും തകർക്കാനാകാത്ത കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. തവനൂരിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു റിയൽ മലപ്പുറം സ്റ്റോറി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിജയത്തെ കാണുന്നത്. മലപ്പുറം ജില്ലയെ കാലങ്ങളായി ഈ മണ്ണിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ആ വ്യാജ പ്രചരണങ്ങൾക്കെതിരെയുള്ള ഏറ്റവും മനോഹരമായൊരു മറുപടിയാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഈ മണ്ണിൽ ഇടമില്ലെന്ന് മലപ്പുറം വീണ്ടും തെളിയിച്ചു. മതസൗഹാർദ്ദത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും പച്ചത്തുരുത്തായി മലപ്പുറം ഇനിയും തുടരും. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.